നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന്റെ പരാതിയിൽ ശശി തരൂരിനെതിരെ പോലീസ് കേസെടുത്തതിനെക്കുറിച്ച് രാജീവ് ചന്ദ്രശേഖർ പ്രതികരിക്കുകയാണ്. കേരള പോലീസിന്റെ കേസിനെ കുറിച്ച് തനിക്ക് അറിയില്ലെന്നും താൻ തരൂരിനെതിരെ ഡൽഹി കോടതിയിൽ ഒരു ക്രിമിനൽ കേസ് നൽകിയിട്ടുണ്ടെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. പണം നൽകി വോട്ട് വാങ്ങുന്നുവെന്ന ആരോപണത്തിനെതിരെയായിരുന്നു പരാതി. ഇതേ തുടർന്നായിരുന്നു കേസെടുത്തത്. തുടർന്ന് തിരുവനന്തപുരം സൈബർ പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. എന്നാൽ UDF സ്ഥാനാർത്ഥി ശശി തരൂരിനെതിരെ കേരള പോലീസ് കേസെടുത്തതിനെ കുറിച്ച് അറിയില്ലെന്ന് രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കുന്നുണ്ട്. ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകിയതിന് പുറമെ താൻ ഡൽഹി കോടതിയിൽ ഒരു ക്രിമിനൽ കേസ് നൽകിയിരുന്നുവെന്നും അതിന്റെ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം കേരളത്തിലും കേസെടുത്തത്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടും പോലീസ് നിഷ്ക്രിയത്വം പാലിക്കേണ്ടി വരുമെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. അതുമാത്രമല്ല, നുണ പറഞ്ഞ് അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചാൽ അതിന്റെ പ്രത്യാഘാതം തരൂർ നേരിടേണ്ടി വരുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. കള്ളം പറഞ്ഞ് അധിക്ഷേപിച്ചതിനു ശേഷം രക്ഷപ്പെടാമെന്ന് ആരും വിചാരിക്കേണ്ട. ആദ്യം ആരോപണം ഉന്നയിക്കും, അത് കഴിഞ്ഞ് മാറ്റിപ്പറയും. ആ സ്ഥിതിയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. നുണ പറഞ്ഞ് വ്യക്തിഹത്യ നടത്താൻ ശ്രമിച്ചാൽ നിയമപരമായി നേരിടുമെന്ന് രാജീവ് ചന്ദ്രശേഖർ പ്രതികരിക്കുകയുണ്ടായി. മുൻപ് കള്ളം പറഞ്ഞതിനും വസ്തുതാവിരുദ്ധമായ പ്രചരണം നടത്തിയതിനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശശി തരൂരിന് താക്കീത് നൽകിയിരുന്നു. ഇതിന് പിറകെയാണ് ശശി തരൂരിനെതിരെ കേസെടുക്കുന്നത്. തീരദേശ മേഖലയിൽ രാജീവ് ചന്ദ്രശേഖർ വോട്ടിന് പണം നൽകുന്നു എന്നായിരുന്നു ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ശശി തരൂർ ആരോപിച്ചത്. ഇതിനെതിരെയാണ് രാജീവ് ചന്ദ്രശേഖർ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നത്.